ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒറ്റ നിലയിൽ മനോഹരമാക്കിയ ഒരു വീടാണ്. ഒറ്റ നിലയിലെ വീട് എന്ന് പറഞ്ഞത് ഒരു ഐശ്വര്യം തന്നെയാണ്. അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും നമ്മുടെ നാട്ടിൽ ആളുകൾ വലിയ വീടുകളൊക്കെ എടുത്ത് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയിൽ എത്താറുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് താമസിക്കാൻ ഒറ്റ നില കൊണ്ടുള്ള ഒരു വീട് തന്നെ പോരെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ വലിയ വീടുകളൊക്കെ വലിയ കുടുംബത്തിനാവാട്ടോ. എന്നാൽ പലപ്പോഴും നമ്മുടെ നാട്ടിൽ പല വീടുകളിലും റൂമുകളൊക്കെ അടച്ചിട്ട് അങ്ങനെ കിടന്ന് പോവാറുണ്ട്. എന്നാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 3 ബെഡ്റൂമോട് കൂടി 1800 സ്ക്വയർ ഫീറ്റിനുള്ളിൽ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ വിസ്റ്റ ബിൽഡേഴ്സ് നിർമ്മിച്ച മനോഹരമായ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. അതുമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഡെക്കോർ ഡിസൈൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. വീട്ടിലേക്ക് നേരെ എൻട്രി ആണ്. ഗേറ്റ് ഇതാ വലിയൊരു സ്ലൈഡിങ് ഗേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലായ്പ്പോഴും പരിചയപ്പെടുത്തുന്ന മെറ്റീരിയലുകൾ തന്നെയാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. വുഡൻ ഫിനിഷിലാട്ടോ. അതുപോലെ ഈ സൈഡിലേക്ക് ഒരു സിംഗിൾ ചെറിയ ഗേറ്റും കൊടുത്തിട്ടുണ്ട്. നേരെ എൻട്രി ആണെങ്കിൽ കോബിൾ സ്റ്റോൺ ആണ് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. കാരണം ഒരു ചെറിയ കയറ്റം തന്നെയാണ്. പിന്നെ നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും അത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ള പ്രധാനമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ്. എന്നാൽ വീട്ടിലേക്ക് നേരെ എൻട്രി ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ചെറിയൊരു ഗാർഡൻ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ പ്ലാന്റ് ആണ് മുഴുവനായിട്ട്, നാച്ചുറൽ ഗ്രാസും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ഈത്തപ്പന ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടോ. ഈത്തപ്പന സെറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ 2 എണ്ണം വരുന്നുണ്ട്, ഒന്ന് ലെഫ്റ്റിലും റൈറ്റിലും. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഫലവൃക്ഷങ്ങളും അതുപോലെ നാച്ചുറൽ ഗ്രാസും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ ഈ സൈഡിലേക്ക് ഒന്ന് നോക്കാം. ഈ ഒരു സൈഡിലെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗാർഡൻ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കയറ്റം ഇങ്ങനെ വരുമ്പോൾ ഒരു ആംഗിളിലൊക്കെ വാട്ടർ കട്ടിങ് കൊടുത്തിട്ടാണ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതും മനോഹരമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇവിടെയാണ് രണ്ടാമത്തെ ഈത്തപ്പന വരുന്നത്. എന്നാൽ ഈ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് കിണർ വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ലെഫ്റ്റിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ചെറിയ ഊഞ്ഞാലും കൊടുത്തിട്ടുണ്ട്. ഊഞ്ഞാലിൽ നമുക്കൊന്ന് ഇരുന്ന് നോക്കാം. നല്ല വെയിലുള്ള ഒരു ടൈമാണ്. ഈവനിങ്ങിലൊക്കെ നല്ല വൈബ് തന്നെ ആയിരിക്കും ഈ ഒരു സ്ഥലം. അതാണ് ഇവിടുത്തെ ഊഞ്ഞാൽ. ഇനി വീട്ടിലേക്ക് വരാം. വീട്ടിലേക്ക് നേരെ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു വലിയ മുറ്റം, വീടിൻ്റെ ഫുൾ ഫ്രണ്ടേജ് നീളത്തിൽ കൊടുത്തിരിക്കുകയാണ്. ഈ റൈറ്റ് സൈഡിൽ നമുക്ക് എൻഡിൽ കാണാം ഒരു കാർ പോർച്ച് പല രീതിയിൽ നിർമ്മിക്കുന്നത് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഇതാ സിമ്പിളായിട്ടുള്ള ഒരു കാർ പോർച്ച് മെറ്റൽ സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. ഷീറ്റും അതുപോലെ തന്നെ പൈപ്പുകളും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കാർ പോർച്ച് ചെയ്തിട്ടുള്ളത്. കാർ പോർച്ച് നിർമ്മിക്കാനുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയകൾ നമ്മുടെ ചാനലുണ്ട്. അതായിട്ടാണ് കാണുന്നതെങ്കിൽ അതും കൂടെ ഒന്ന് സന്ദർശിക്കണം. ഇനി വീട്ടിലേക്ക് വരാം. വീടിൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം 2 കളർ കോമ്പിനേഷനാണ്, വൈറ്റ്, റെഡ്, ഗ്രേ അല്ലെങ്കിൽ ഒരു ഗ്രീൻ ടച്ചിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന സ്റ്റോണുകളെല്ലാം ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നാച്ചുറൽ സ്റ്റോണിൻ്റെ സെയിം ടൈല് നമ്മുടെ ലാറ്ററൈറ്റിൻ്റെ സെയിം ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി പ്ലാൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ വലിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ സ്റ്റെപ്പുകൾ ഗ്രാനൈറ്റിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കളർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോളം കാണാം. ഇതും ആ ഒരു കളർ കോമ്പിനേഷൻ റെഡ് ബ്രിക്കിൻ്റെ അല്ലെങ്കിൽ നാച്ചുറൽ ലാറ്ററൈറ്റിൻ്റെ കളർ കൊണ്ടുവന്നിരിക്കുകയാണ്. വിൻഡോ വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഷേപ്പ് ഇവിടെ എൻഡ് ചെയ്യുന്നത്. ഇത് ഒറ്റനില വീടായതുകൊണ്ട് അതിൻ്റെ ആ ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഇതിൽ നിന്ന് ഫ്രണ്ട് എലവേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഈ ഒരു വീടിൻ്റെ ഡിസൈൻ എലമെൻറ്റ് എന്ന് പറയാം. ഇനി കാണുന്ന മെയിൻ എൻട്രൻസിലേക്ക് നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് ഒന്ന് കയറി നോക്കാം. സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാനൈറ്റ് പ്ലസ് വൈറ്റ് 6x4 ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ടൈല് നമുക്കറിയാം ഗ്ലോസി ഫിനിഷാണ്. അതിൻ്റെ കൂടെ ബ്ലാക്ക് അപ്പോക്സി കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള സിറ്റ് ഔട്ട് തന്നെയാണ്. ഇവിടെ ഒരു ഇരിപ്പിടം സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണവർക്ക് ഇരിക്കാനുള്ള രീതിയിൽ. അതുപോലെ ഇവിടെയും ഒരു സിറ്റ് ഔട്ട് ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. സീലിങ്ങിലേക്ക് വരികയാണെങ്കിൽ നല്ല ജിപ്സം കൊണ്ടുള്ള സീലിങ്ങും ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് മെയിൻ ഡോർ ഒന്ന് പരിശോധിക്കാം. നമ്മളെ ചാനലിൽ വന്ന ഒരു മെയിൻ ഡോർ തന്നെയാണ് ഇത്. ഫ്ലോറസ്റ്റ WPCയിൽ ചെയ്ത മെയിൻ ഡോറാണ്. സാധാരണ രീതിയിൽ എല്ലാവരും ഈ ഇതുപോലുള്ള ഏരിയകൾ കട്ടിലകളൊക്കെ മെറ്റലിലൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ കണ്ടുവരുന്നത്. വുഡിലൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ WPCയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഫ്ലോറസ്റ്റയുടെ WPCയിൽ ഡോറും ആർക്കിട്രേവും എല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ചെയ്ത ഒരു ഡിസൈനാണ്. അതിൽ പ്രൈമർ അടിച്ച് നല്ല പെയിൻറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത ഡോർ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇനി ഈവൻ ഈ വിൻഡോകളും എല്ലാം WPCയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ അകത്തേക്ക് കയറുകയാണെങ്കിൽ വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് നമുക്ക് കാണാൻ പറ്റുക.
അതായത് ഒരു പാർട്ടീഷനുകളോ അതായത് തടസ്സങ്ങളില്ലാത്ത ഒരു വലിയ ഹാളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ കാലത്ത് വീടിനകത്ത് കുറേ പാർട്ടീഷൻ, കുറേ ചുമരുകൾ വരാത്ത ഇതുപോലുള്ള ഡിസൈനുകളാണ് കാണാറുള്ളത്. എന്നാൽ ഒറ്റനില ഒരു വീട്ടിൽ ആകുമ്പോൾ കുറേ കൺഫ്യൂഷൻസ് വരില്ല എന്നുള്ളൊരു ധാരണ ഉണ്ടാവും. പക്ഷേ ഇവിടെ അതൊന്നും വന്നിട്ടില്ല. സിമ്പിളായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഹാള്. ഇവിടെ ഫ്ലോറിൽ നോക്കുകയാണെങ്കിൽ അതിന് മാച്ച് ചെയ്യുന്ന കൂടുതൽ സൈസ് തോന്നിപ്പിക്കുന്ന 6x4 വലിയ ടൈലുകൾ തന്നെയാണ് വൈറ്റ് കളറിൽ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളറിൽ കൊടുത്തിട്ടുള്ളത്. സീലിങ്ങിലാണെങ്കിൽ പ്ലെയിൻ സീലിംഗ് ആണ്, ഒരു ബ്ലോക്കിംഗ് വരില്ല. പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്ന ലൈറ്റുകളുടെ ഒരു വേരിയേഷൻസ്, വാം ലൈറ്റിൻ്റെ, അതാണ് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നത് സീലിംഗ് ഡിസൈന്. ഇടയ്ക്കിടയ്ക്ക് സ്പോട്ട് ലൈറ്റുകളും കാണാം. അതാണ് സീലിങ്ങിൽ ചെയ്തിരിക്കുന്ന ഐഡിയ. ഇനി വാളിലേക്ക് വരികയാണെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന വൈറ്റ് വാളിൻ്റെ കൂടെ അഡീഷണൽ വന്നിരിക്കുന്ന 17mm സൈസിലുള്ള പാർട്ടീഷനുകളാണ്. അതായത് കൂടുതൽ ഓപ്പണിങ്സ് വരും, കൂടുതൽ നമുക്ക് വിസിബിൾ ആണ്, ഒരു ട്രാൻസ്പെറൻസി ഉണ്ട് താനും. അതിൽ കുറേ അവാർഡ്സൊക്കെ നമുക്ക് കാണാം, ട്രോഫിയൊക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഏരിയ. ഇനി അതേ ഒരു ആംഗിൾ തന്നെ നമുക്കറിയാം ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും കാണാം സെയിം ഡിസ്പ്ലേ. ഇതെല്ലാം പ്ലേയിൽ ചെയ്ത് ലാമിനേറ്റ്സിൽ ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ്. ഈ റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ TV ഏരിയ ആണ്. വലിയൊരു ഏരിയ കാണാം. ഇതിൽ വന്നിരിക്കുന്ന ലാമിനേറ്റ്സ് ഗ്രേ കളറാണ്, അതേപോലെ വുഡൻ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഒരു നല്ല യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പോർഷനാണ്. ഇതെല്ലാം വാളിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലേക്കാണ് സിറ്റിംഗ് വരുന്നത്. വലിയ ഒരു L ഷേപ്പിലുള്ള സോഫയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീട്ടിൽ വന്നിരിക്കുന്ന WPC എല്ലാം ഫ്ലോറൽ സ്റ്റൈലാണ് വന്നിരിക്കുന്നത്. എക്സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഡോർസ്, വിൻഡോസ്, അതുപോലെ ഈവൻ ഈ വലിയ ഡോർ, ഇതൊരു കോർട്ട്യാർഡിലേക്കുള്ള എൻട്രി ആണ്. അതും ആ രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുള്ളത് വിശാലമായിട്ടുള്ള ഒരു വലിയ ഹാളിലാണ്. നേരെ എൻട്രി ചെയ്യാം. ഡൈനിങ്ങിലേക്ക് പോകുന്നതിൻ്റെ പാസേജിൽ ഒരു ഫാമിലി സിറ്റിംഗ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഒരു ചെറിയൊരു സിറ്റിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ കാണാം ഡൈനിങ് സ്പേസ്. ഡൈനിങ് സ്പേസിൻ്റെ സീലിംഗ് ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഡയമണ്ട് ഷേപ്പുള്ള ജിപ്സം വർക്കാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഡ്രോപ്പ് ആയിട്ടുള്ള ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് കിച്ചൺ ഇവിടുന്ന് കാണാം. ഡയറക്റ്റ്ലി നമുക്ക് കിച്ചൺ കാണാം. കിച്ചണിൽ നിന്ന് നമുക്ക് ഫുഡൊക്കെ പാസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ കിച്ചണിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വാഷ് ഏരിയ ഉണ്ട്. വാഷ് ഏരിയയിൽ ഒരു ഹൈലൈറ്ററായിട്ട് ഈ ഒരു വാളിനെ ലാമിനേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. റൗണ്ട് ആയിട്ടുള്ള മിറർ കൊടുത്തിരിക്കുന്നു. നാനോ വൈറ്റ് കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നു. കൗണ്ടർ ടോപ്പ് ആയിട്ടുള്ള ഒരു വാഷ് ബേസിന് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ അപ്പറിൽ കുറച്ച് ക്യാബിനറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയ പെർഗോളിനെ ഒന്ന് കവർ ചെയ്ത് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. കാരണം ബെഡ്റൂമിലേക്കുള്ള ഒരു പ്രൈവസിയും കൂടിയാണ് ഈ ഒരു പെർഗോള ഡിസൈൻ. ഇനി കിച്ചണിലേക്ക് വരികയാണെങ്കിൽ നേരെ ഈ റൈറ്റ് സൈഡിലേക്കുള്ള പാസേജിൽ ലെഫ്റ്റിൽ കിച്ചണും റൈറ്റിൽ ബെഡ്റൂമാണ് വരുന്നത്. റൈറ്റിലേക്ക് വരികയാണെങ്കിൽ ഇതാ കാണാം, ഫ്ലോറിങ് എല്ലാം വുഡൻ ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ടോപ്പ് നിന്ന് നോക്കുകയാണെങ്കിൽ സീലിങ്ങിൽ ഇവിടെയും കോപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ സ്പോട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗം എനിക്ക് തോന്നുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് 3 ആൾക്ക് നന്നായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്ത് എന്നുള്ളതാണ്. ഈ കൗണ്ടറിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാം. അതേപോലെ ഇവിടെയുള്ള L ഷേപ്പ് കൗണ്ടർ നാനോ വൈറ്റ് ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. പ്ലൈയിൽ ലാമിനേറ്റ്സ് ഗ്രേ ഗ്രീൻ കളറിലെ ലാമിനേറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് PVC ബോർഡിലാണ് കേട്ടോ. അതുപോലെ തന്നെ ഹാൻഡിലൊക്കെ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സാധാരണ കാണുന്ന ഹാൻഡിലുകളല്ല, കുറച്ച് അടിപൊളിയായിട്ടുള്ള സെലക്ഷനാണ് ചെയ്തിട്ടുള്ളത്. ഫാബറിൻ്റെയും ചാമ്പിൻ്റെയും ഹുബ് ആൻഡ് ഹുഡാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി വീട് ഓൾറെഡി താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്, അതുകൊണ്ട് കുറേ പാത്രങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അതാണ് ഈ ഒരു വീടിൻ്റെ കിച്ചൺ എന്ന് പറയാനുള്ളത്. കിച്ചൻ്റെ സൈസ് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും. 4 മീറ്റർ ബൈ 8 മീറ്ററോളം ഇതിന് നീളം വരുന്നുണ്ട്. ബാക്കിൽ കാണാം സ്റ്റോർ റൂം, അതുപോലെ വർക്ക് ഏരിയയിലേക്ക് ഇതിലേയും പോകാം. റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ടോ, ഹാളിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇതൊരു ചെറിയ റൂമാണ്. 3.5 ബൈ 3.5 ഈ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് ഹെഡ് ബോർഡിൽ വിൻഡോ വരുന്നത് കൊണ്ട് ഇത് ഈ രീതിയിൽ ഫ്രെയിം ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു ബോറിങ് വരാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഈ ഒരു കളർ കോമ്പിനേഷൻ സീബ്രയിൽ നല്ല മാച്ചായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബെഡ് കോട്ട് ഒരു കാൻഡിലിവർ സ്റ്റൈൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഫുൾ വിൻഡോനെ ഫ്രെയിം ചെയ്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന വാർഡ്രോബ്, ഡബിൾ വാർഡ്രോബിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഡ്രസ്സിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുള്ളത് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. മെയിനായിട്ടൊരു സിറ്റിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വുഡിൽ തന്നെയാണ്. അതുപോലെ തന്നെ സാധാരണ മാസ്റ്റർ ബെഡ്റൂം കാണുന്ന പോലെ ഈ ഒരു വാളിൽ ബിൽഡ് ചെയ്തിട്ടാണ് ഹെഡ് ബോർഡിൽ ഈ ഒരു കോട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വലിയൊരു കട്ടിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഡ്രസ്സിങ്ങിന് സ്പെഷ്യലായിട്ട് ഒരു ഏരിയ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സിങ് ഏരിയ എന്ന് പറഞ്ഞിട്ട് കോർണറിൽ ഒരു ചെറിയ ഷെൽഫുകളും ഒരു ഫുൾ സൈസ് മിറർ അതിവിടെ വളരെ അട്രാക്റ്റീവായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫുൾ സൈസ് മിററാണ് അല്ലേ.
അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ വലിയ വാർഡ്രോബ്, 4 ഡോർ വാർഡ്രോബാണ്. അതുപോലെ വിൻഡോകളെല്ലാം ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യത്തോടുള്ള ഒരു റൂമാണ്. നമുക്കറിയാം ഓൾറെഡി താമസമുള്ള റൂമാണ്, അല്ലെങ്കിൽ അതിൻ്റെ കുറേ കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. സീലിങ്ങിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ജിപ്സം സീലിങ്ങിൽ ആ വുഡൻ ഷെയ്ഡ് കൊണ്ടുവന്നിരിക്കുകയാണ്. പെയിൻറ്റിങ്ങിലാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ ജിപ്സം വർക്കിൽ നല്ല കോഫ് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. വലിയ ഒരു 6x6 ബെഡ് കോട്ട് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒറ്റ നിലയിലുള്ള ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഡോറ് കാണുന്നത് WPC-യിലാട്ടോ, എല്ലാ ഡോറുകളും. ഇത് നേരെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വീടിൻ്റെ ഒരു വിശാലത നമുക്ക് കാണാം. ചെറിയ റൂമുകൾ തന്നെയാണ്, ഒരു 3.5x3 തന്നെയാണ് ഈ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. 3.3 കേട്ടോ. വീടിൻ്റെ വിൻഡോകളെല്ലാം ഫ്രെയിം ചെയ്ത് പാനൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഡബിൾ ഡോർ ഉള്ള ഒരു വാർഡ്രോബാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡ്രസ്സിങ് സെപ്പറേറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഫുൾ മിറർ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇരിപ്പിടം ഇവിടെ കാണാം. എല്ലാ റൂമിലും ഇതുപോലെ ഇരിപ്പിടം കൊടുത്തിട്ടുണ്ട്. ആസ് യൂസ്വൽ ഇവിടെ കാണുന്നത് 5 അടിയുള്ള ഒരു ബെഡ് കോട്ടാണ്. ഹെഡ് ബോർഡ് വാൾ മൗണ്ടഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റോട് കൂടിയ ഒരു ബെഡ്റൂം തന്നെയാണിത്. ഹൗസ് ഓണർ ശ്രീനിവാസൻ സാറാണ് കൂടെ ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഈ ഒരു വീട്ടിൽ വന്നപ്പോൾ നമ്മൾ ഒറ്റ നിലയുള്ള വീട് അധികമൊന്നും ഇന്നത്തെ കാലത്ത് കാണുന്നില്ല. ഒറ്റ നിലയുള്ള വലിയ വീടുകൾ. കാരണം 2 നില മേലേക്ക് അങ്ങ് പൊക്കാണ് ആളുകൾ. എത്രയും നിന്നോട്ടെ വലിയ വീടായിക്കോട്ടെ എന്നാണ്. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റില്ല. ഇവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയുണ്ട് ഇപ്പോൾ? ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇത് തന്നെയായിരുന്നു ഞങ്ങളെ മനസ്സിൽ ആദ്യം തന്നെ വന്നത്. മുകളിലോട്ട് എടുക്കാതെ ഗ്രൗണ്ട് ഫ്ലോർ തന്നെ ചുരുക്കിയിട്ട്, അപ്പം വൈഫിനുമൊക്കെ സൗകര്യമാണ്. ഞങ്ങൾ 2 പേരേ ഉള്ളൂ, വേറെ കുട്ടികളൊന്നുമില്ല. അപ്പം ഇത് വൃത്തിയിൽ കൊണ്ടു നടക്കണമെങ്കിൽ അപ്സ്റ്റെയർ ഒക്കെ ആകുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. സ്റ്റെയർ പലരും പറഞ്ഞില്ലേ, ഒരു സ്റ്റെയർ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. പ്ലാൻ അങ്ങനെയായിരുന്നു. ഞാൻ മാറ്റിച്ചതാണ്. ഒന്ന് മതി. അതെ, സാറ് മിലിറ്ററിയിലായിരുന്നു കേട്ടോ. ഓക്കെ. ഈ ഒരു പ്ലോട്ട് നമ്മളിതിൽ എത്ര സെന്റാന്ന് പറഞ്ഞിട്ടില്ല, കാരണം ഈ ഒരു പോർഷൻ ആഡ് ചെയ്താണ്. എങ്ങനെയാണ്? അതായത് ഇത് ടോട്ടൽ 18 സംതിങ് ആണ്. 18.5 അങ്ങനെയാണ് അങ്ങനെ വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ വീട് ഇതിനകത്ത് ഒരു 1800-നുള്ളിൽ 1700 ചില്ലറയാണ്. അതെ, 1750ഓളം ഉണ്ടാവും സ്ക്വയർ ഫീറ്റ്. വിസ്റ്റ ബിൽഡേഴ്സ് എത്ര സമയം എടുത്തു ഈ വീട് ഉണ്ടാക്കാൻ? ഏകദേശം 10 മാസം. 10 മാസത്തിനകത്ത് ചെയ്തു അല്ലേ? ആഗസ്റ്റിലായിരുന്നു പറഞ്ഞത്. അതിനിടയ്ക്ക് മഴയൊക്കെ വന്നുകൊണ്ട് കുറച്ച് ലേറ്റായി. എന്നാലും 1 വർഷത്തിനകത്ത് ഫുൾ വർക്ക് തീർത്തു. ഓക്കെ. അപ്പോൾ താങ്ക് യു. വീട് പരിചയപ്പെടുത്താനും നമ്മളെ വ്യൂവേഴ്സിന് കാര്യങ്ങൾ പറഞ്ഞു തന്നെ. വീടിൻ്റെ മെയിൻ ഹാളിൽ നിന്ന് ഇതാ ഇവിടെ ഒരു ഏരിയ ഉണ്ട്. അതായത് ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡോറ് WPC ചെയ്ത ഡോർ ഇവിടെ കാണാം. നമുക്കിവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്ലാസ് കൊടുത്ത് ഒരു എക്സ്ട്രാ പ്ലേസ് ആയിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ അയൺ ടേബിൾ, അതുപോലെ ഒരു എക്സ്ട്രാ വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. റൂഫിങ്ങിൽ പോളികാർബൺ ഷീറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. ഒരു ഒറ്റ നിലയിലെ വീടാകുമ്പോൾ ചെറിയൊരു ഫാമിലിക്ക് നമുക്ക് ഒരു നില മതിയെങ്കിൽ എക്സ്ട്രാ പിന്നീട് ഉണ്ടാക്കണം എന്നുള്ള കൺസെപ്റ്റിൽ സ്റ്റെയർ ഒന്നും കൊടുക്കണമെന്നില്ല. അപ്പോൾ ഈ വീട് കണ്ടില്ലേ, മനോഹരമായിട്ടുള്ള വലിയൊരു ഹാൾ സ്പേസ് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ സ്റ്റെയർ ഇല്ല എന്നുള്ളതാണ്. മിക്ക വീടുകളും നമ്മൾ ഉണ്ടാകുമ്പോൾ കൺജസ്റ്റഡ് ആവാനുള്ള കാരണം സ്റ്റെയർ വരുന്നത് കൊണ്ടാണ്. സ്റ്റെയർ ആവശ്യമില്ല, ഭാവിയിൽ നമുക്ക് ഇനി വേണ്ട 3 റൂം മതി എന്നുള്ളതാണെങ്കിൽ ഇതുപോലുള്ള പ്ലാനുകൾ ചൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒക്കെ ഫോളോ ചെയ്യുമല്ലോ. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനോ ഫ്രണ്ട്സിനൊക്കെ വീട് പണിക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.